ഹലോ. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആരിഫ് ഹുസൈന്റെ ഉമ്മയല്ലേ? ഓ, ആരിഫ് ഹുസൈന്റെ ഉമ്മയല്ലേ? അതെ അതെ. എങ്ങനെ നിങ്ങളുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? സുഖമായിട്ട് പോന്നോ? ആ, ഒന്നും പറയാനായിട്ടില്ല. ആ മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ഹസൻ എന്നാണ്. ഞാന് ഈ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈന്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഉമ്മാടുത്തൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. ആ അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പൊ നാട്ടിൽ ഈ ഭീകരാക്രമണമൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട്, ഈ ചെറുപ്പകാലത്ത് ആരിഫ് ഹുസൈന് പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ മുസ്ലിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് കാഫിരീങ്ങളുടെ പട്ടാളത്തിൽ ചേരാൻ പാടില്ല, അതൊക്കെ പിന്നെ ഭയങ്കര തെറ്റാണ്. അങ്ങനെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളായ പാകിസ്ഥാനി പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലേണ്ടി വരും. അങ്ങനെ വന്നാൽ ഒരു മുസ്ലിമിനെ കൊന്നാൽ അവന് വലിയ ശിക്ഷയാണ് എന്ന രീതിയിലാണ് ഈ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ആരിഫ് ഹുസൈൻ പറയുണ്ടായി. അപ്പം ഉമ്മ അയാളെ നൊന്ത് പ്രസവിച്ചതായതുകൊണ്ട് ഒരു മകൻ, പ്രത്യേകിച്ച് വാപ്പമാരെക്കാളും മക്കൾക്ക് അടുത്ത ഉമ്മമാരോടാണല്ലോ. അപ്പം അത്തരത്തില് എപ്പോഴെങ്കിലും ആരിഫ് ഹുസൈൻ അയാളുടെ ബാല്യകാലത്തോ അയാളുടെ പഠനകാലത്തോ പട്ടാളത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായി ഉമ്മ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അയാൾക്കുള്ളതായി ഉമ്മയ്ക്ക് അറിയാമോ? അയാൾ പറഞ്ഞതിൽ സത്യാവസ്ഥയുണ്ടോ? എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. വാപ്പാട് ഒരിക്കൽ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. വാപ്പാക്ക് ഓർമ്മയില്ലാത്ത മനുഷ്യനാണ്. അപ്പൊ വാപ്പാട് ഞാൻ ചോദിച്ചു, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോ എപ്പോഴോ എനിക്ക് പറഞ്ഞിട്ടുണ്ട് പട്ടാളത്തിൽ കയറട്ടെ. അപ്പൊ അതെന്തിനപ്പോ നീ ഡോക്ടറിന് പഠിക്കല്ലേന്നോ എന്നോന്ന് പറഞ്ഞു. അല്ലാതെ നമുക്ക് ഈ മതപരമായിട്ടുള്ളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മദ്രസയിൽ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. മതത്തിനെ പറ്റി മറ്റുള്ളവരെ എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരുന്നോ. എന്റെ മാമ തന്നെ പട്ടാളത്തിലായിരുന്നു. അങ്ങനെയുള്ള ഒരാള് പട്ടാളത്തിൽ ചേരാന്ന് പറയോ? അതിപ്പോ അവനൊരു തൊട്ട് കിട്ടാൻ വേണ്ടിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അതിനെ പൈസ കിട്ടാൻ വേണ്ടിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടില്ല. വാപ്പ എപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് വാപ്പ പറയുന്നുണ്ട്. ആളൊരു ഓർമ്മയില്ലാത്ത ആളാ. വന്നിട്ട് ഓർമ്മയ്ക്കൊക്കെ തകരാറുള്ള ആളാണ്. അത് പറഞ്ഞിട്ടോ ഈ ആരിഫ് ഹുസൈൻ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഭയാനകമായ വിഭാഗീയ ചിന്താഗതിയും പച്ചയായി പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനത്തിന്റെയും ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഗൗരവമായ വശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉമ്മായും ബാപ്പായും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഓ, ഞങ്ങള് മനസ്സിലാക്കിയിട്ടേ അടുത്തതിനോട് പറയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ കാര്യം ശരിയാകുന്നില്ലല്ലോ. പിന്നെ വേറെ ഒന്നും അത് കൂട്ടുകാരുടെ കൂടെ കൂടി കഴിഞ്ഞിട്ട് നന്നാവണമെങ്കിൽ വെച്ചാൽ തന്നെ എങ്ങനെയാണ് എനിക്കറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ കൂട്ടെന്ന് പറയുന്ന അതിന്റെ ഇത് കേട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഈ തീവ്ര ഹിന്ദുത്വവാദികള്. നല്ല ഗ്ലാമറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അതിനെങ്ങനെ കേട്ടുന്ന ആൾക്കാരില്ലേ, അവരാണ് ഇപ്പൊ അതിന്റെ ശത്രുക്കൾ. അത് ശരി. അല്ല, ഈ ഉമ്മാടത്ത് എപ്പോഴെങ്കിലും ആരെങ്കിലും വന്ന് ഈ ആരിഫ് ഹുസൈൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ അപകടകരമായ അവസ്ഥയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടോ? കാരണം ഞാൻ ഈ ആരിഫ് ഹുസൈന്റെ ചില വീഡിയോസുകൾ കാണുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ പച്ചയായ കലാപാഹ്വാനമാണ്. അതായത് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ പോലും ഒരു വിഭാഗം ആളുകൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ആരിഫ് ഹുസൈൻ ഒരു കത്തിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുകയാണ്, ഞാൻ മുസ്ലിങ്ങളെ കൊല്ലാൻ ഞാൻ മുമ്പന്തിയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അയാളുടെ പിറകിൽ ഇറങ്ങി പുറപ്പെടാൻ പാകത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇവിടെ അവരുടെ തലച്ചോറിൽ അങ്ങനെ ഒരു ചിന്ത ആരിഫ് ഹുസൈൻ കുത്തിവെച്ചിട്ടുണ്ട്. അത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്കാണ് ആരിഫ് ഹുസൈൻ ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ ഉമ്മ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനാരെങ്കിലും എന്തായാലും ചെയ്യട്ടെ എന്നാ ഞാൻ പറയുന്നു. അവരുടെ വായ നടന്നു കിട്ടിയാൽ മതി. പിന്നെ ഞാന് ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ പറയുന്നവരാണെങ്കിലേ ഞങ്ങളുടെ അയൽവാസികളൊക്കെ ഹിന്ദുക്കളായിട്ട് ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ട്. രക്തമൊക്കെ തന്നെ കാണാൻ എനിക്ക് സുഖമില്ല അറിഞ്ഞിട്ട് വരാൻ വേണ്ടി ഒരു വണ്ടിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അവർക്കൊക്കെ ഹിന്ദുക്കൾക്കൊക്കെ നമ്മളോടൊക്കെ സ്കൂളിലാണെങ്കിലും ഹിന്ദു കുട്ടികളല്ലേ അധികമുള്ളൂ, ഫ്രണ്ട്സ് വളരെ കുറവാണ്. അവർക്കൊക്കെ നല്ല
എന്താ ഉമ്മായിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം. ഈ വീട്ടിൽ മക്കൾ തലതിരിഞ്ഞു പോയി കഴിഞ്ഞാല്, പ്രത്യേകിച്ച് ഈ ഹൈന്ദവ മതത്തിലൊക്കെ ചില അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം, ഇങ്ങനെ ഒരു അസുരവിത്ത് എന്റെ ഉദരത്തിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്ന്. എപ്പോഴെങ്കിലും ഉമ്മാക്ക് അങ്ങനൊരു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ എന്റെ ഗർഭപാത്രത്തിന് എന്റെ മകള് നല്ലൊരു കുട്ടിയാ, അത് കാരണം ഞാൻ അവന്റെ കത്ത് കളയാത്ത, അല്ലെങ്കിൽ എന്റെ ഗർഭപാത്രം പോലും എന്റെ മകള് ഞങ്ങളെ കൂടെ അള്ളാഹിനെ പേടിച്ചു ഞങ്ങളെ നോക്കി ഞങ്ങളുടെ കൂടെ ഉണ്ട്, അവളുണ്ട്, അവന്റെ ഭർത്താവും. അപ്പൊ ഞാൻ ചെയ്യാത്തതല്ല, വേറെ ഈ വിഷയത്തായി പോയി. എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന പോലെ ആരിഫ് ഹുസൈനും ലിയാഖത്ത് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്പർദ്ധയ്ക്കെതിരെ, മതത്തിനെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരിൽപ്പെട്ട ഒരാളാണ് ഞാനും. എന്റെ പേര് ഹസൻ എന്നാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി സ്വദേശിയാണ് ഞാൻ. ആ, അപ്പോ ഈ എപ്പോഴെങ്കിലും ആരിഫിന് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? അതോ ആരിഫിനെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദ്ദായി ജീവിക്കുന്ന മകനെന്ന നിലയിൽ പൂർണ്ണമായും അവനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ ഞാൻ പഠിക്കുന്നവർ അല്ല, ഒരു ഉമ്മയുടെ മനസ്സെപ്പോഴും മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവണേ, അവൻ തെറ്റിതിരുത്തി തിരിച്ചു വരണമെന്നൊക്കെയാണ്. പക്ഷെ നൂഹ് നബിയുടെ ചരിത്രം ഉമ്മായിക്ക് അറിയാമല്ലോ. അറിയാം, ഞാൻ അവനോട് പറയും ചെയ്ത കാര്യം. അതെ. അവസാനമായി ആരിഫിനെ കണ്ടതെന്നാണ് ഉമ്മ? 2 വർഷം മുമ്പ്. 2 വർഷം മുമ്പ്. അപ്പൊ സ്വന്തം ഉമ്മയെ സംരക്ഷിക്കാനോ ഉമ്മയെ അന്വേഷിക്കാനോ ചെയ്യാത്ത ഒരാള് ഈ സമൂഹത്തിൽ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കപടമല്ലേ? കുറെ പേര് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നവോത്ഥാന നായകനെന്നാണ്. സ്വന്തം ഉമ്മയെ അന്വേഷിക്കാനോ അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാനോ ഒന്നുമില്ലെങ്കിൽ അവർക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തു കൊടുക്കാൻ അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ അവരെ അടുത്തില്ലാത്ത ഒരു മകൻ എങ്ങനെയാണ് നവോത്ഥാന നായകനാവാൻ കഴിയുക? അത് നമ്മുടെ സമുദായത്തെ ബാധിക്കുന്ന വിഷയമാണ്. ബാക്കി ഉമ്മ പറഞ്ഞതൊക്കെ ഒരു മാതാവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വേദനയാണ്. ആ വേദന മനസ്സിലാക്കി അതൊരു വസിയത്തായി എടുത്ത് അതൊന്നും ഞാൻ വീഡിയോയിൽ പ്രദർശിപ്പിക്കില്ല. ഈ തെറ്റിദ്ധാരണ ആരിഫ് ഹുസൈന്റെ ഉമ്മ പോലും ഈ വിഷയത്തിൽ സത്യസന്ധമായി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. കാരണം അത് നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ്, നാട്ടില് മതസൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് പറയാം. അപ്പൊ പറയുന്നുണ്ട്, അപ്പോ അവനിങ്ങനെ പട്ടാളത്തിൽ ചേരുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ എന്താ നിന്റെ ഡോക്ടർമാരൊക്കെ കഴിഞ്ഞോ അതെന്താ ഒന്ന് വാക്ക് ചോദിച്ചു. ഡോക്ടർ ആവണമെന്നായിരുന്നു ചെറുപ്പത്തിലെ മോഹം. ഇപ്പൊ എന്താ പട്ടാളത്തിൽ ചേരും അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചുള്ളൂ. അല്ലാതെ പട്ടാളത്തിൽ ചേരരുത്, അത് ഹറാമാണ്, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനൊന്നും പറയില്ല ഞങ്ങള്. അതായത് നിങ്ങളും ഇവിടെ അയൽവാസികളും ഹിന്ദുക്കളും ഒക്കെ വളരെ സൗഹാർദ്ദപൂർവ്വം ജീവിച്ചു വരുന്ന അയൽവാസികളാണ്. അതെ, നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചവരാണ്. അവരൊക്കെ എന്നെ കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കാണാനുണ്ട് അയൽവാസികളെ. കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ടീച്ചറെ വരുന്നുണ്ട്, നമ്മളെ ആലോചിച്ചോണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞു. അല്ല, നിങ്ങള് ഈ ഉമ്മ ഈ ഇസ്ലാമതത്തിൽ നിന്ന് അകന്നു പോയ മകൻ എത്രയും പെട്ടെന്ന് തിരിച്ച് ദീനിലേക്ക് വരാൻ അവന് സൽബുദ്ധി തോന്നണമെന്ന് പ്രാർത്ഥിച്ച് കഴിയുന്ന ഉമ്മയാണ് നിങ്ങൾ. ഇതിനിടയിലാണ് ആരിഫ് ഇസ്രായേലിൽ പോയി അവിടെ ജൂതന്റെ ഷഹാദത്ത് കലിമ ഏറ്റു ചൊല്ലി ഒരു വേള ഞാൻ ജൂതനായി എന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പൊ മകൻ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നെതർലൻഡിൽ പോയിരിക്കാന്നും പറയുന്നേക്കുണ്ട്. അതെ. പിന്നെ ഞാൻ ഉമ്മടുത്ത് വേറെ കാര്യം പറയാം. ഞാൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്, നാളെ നമ്മുടെ നാട്ടില് ഈ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ഒരു ഹിന്ദു മുസ്ലിം കലാപം നമ്മുടെ കേരളത്തിൽ ഉണ്ടായാൽ ആരിഫ് ഹുസൈനൊക്കെ വിദേശത്തേക്ക് കടക്കാൻ വിസ വരെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇന്റർനാഷണൽ തലത്തിൽ ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയവരുടെ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ ഏഷ്യയിലെ പ്രസിഡന്റാണ് ആരിഫ് ഹുസൈൻ. അപ്പൊ അതിന്റെ ഒരു രേഖയും ചിത്രവും തെളിവും ഒക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഒരു സമയത്ത് ആരിഫും നാളെ ഇവിടെ ഒരു പ്രശ്നം, കലുഷിതമായ ഒരു അന്തരീക്ഷം വന്നാൽ ആരിഫൊക്കെ ഇവിടെ വിടാൻ തന്നെ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്. അത്രത്തോളം സ്വാധീനത്തിലേക്ക് എത്തിയെന്നൊക്കെയാണ് പല കോണുകളിൽ നിന്നുള്ള വിവരം ശേഖരിച്ചപ്പോൾ കിട്ടിയത്.
അപ്പൊ ആരിഫ് രണ്ടും കൽപ്പിച്ചുള്ള ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. അത് ഇന്നലെ പറഞ്ഞതാണ് എല്ലാവരോട് പറയുമായിരുന്നു. എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ആരിഫിന്റെ മാതാപിതാക്കളായ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്? അതായത് ഈ തരത്തിൽ വിഷം വപിപ്പിക്കുന്ന ഈ മതസൗഹാർദ്ദം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനത്തെ പ്രവർത്തനം നടത്തുന്ന മകനെ നിലയ്ക്ക് നിർത്താൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തുകൂടെ എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കുമോ? അതെ, ഞാൻ പറഞ്ഞു ഉമ്മയും ബാപ്പയും കൂടെ ഒരു ആലോചിച്ചാല്, നിങ്ങൾ തന്നെ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാല്, അത് നമ്മള് പിന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വൃക്ഷം പിന്നെ ജനങ്ങൾക്ക് മുഴുവൻ ഭാരമാവുകയും ശല്യമാവുകയും കണ്ട നമ്മൾ തന്നെ അതിനെ മുറിച്ചു കളയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമല്ലോ. അതുപോലെ നിങ്ങൾ ജനിപ്പിച്ച മകൻ ഒരു സമൂഹത്തിന് ദോഷമായി മാറുന്ന തരത്തിലേക്ക് പോയാൽ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി ഒരു കേസ് കൊടുത്ത് അവനെ ഒതുക്കാനുള്ള ഒരു ശ്രമം നടത്താൻ ഒന്ന് ശ്രമിച്ചുകൂടെ? ശ്രമിക്കണമെന്നൊക്കെ ഉണ്ട്. ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊന്ന് അതിനെതിരെ വേറെ ആരൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വലിയ ഫലപ്രദമല്ല. അവൻ പറയും ഞാൻ അവിടെ പോയി നാട്ടു പറഞ്ഞ് അങ്ങനെ പിന്നെ അവനെന്ത് ഏതായാലും പോലീസുകാർ രാഷ്ട്രീയമൊക്കെ ഉള്ളത്തോളം വേണം അവൻ രക്ഷപ്പെടും. അതറിയാം, അത് ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഉമ്മയും ബാപ്പയും കൂടെ അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങളുടെ മകൻ ഇതേപോലെ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് മതവിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്, ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് അധ്യാപകരായ മാതാപിതാക്കൾ ഒരു പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ വാർദ്ധക്യ അവസ്ഥയിൽ അവരത് ഗൗരവത്തിൽ പരിഗണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.